ഷോർട്സ് ആയിട്ട് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് എടുത്തുള്ള വീഡിയോ കേട്ടോ ഇത്. ഞാൻ ലോങ് വീഡിയോ എടുക്കണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് ഓരോ ക്ലിപ്പ് എടുത്ത് വന്നപ്പോൾ അത് ലോങ് വീഡിയോ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് ലോങ് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അത് ഇന്ന് രാവിലെ തന്നെ നോറമോൾ അംഗൻവാടിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാട്ടോ നീച്ചിട്ടുള്ളത്. നോറമോൾ ആദ്യമായിട്ട് അംഗൻവാടിക്ക് പോവാണ്. അപ്പോൾ അതാ രാവിലെ ഞാൻ ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. ദോശക്കുള്ള മാവൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം തന്നെ. മാവ് എന്നും നന്നായിട്ട് നരച്ച് വരലൊക്കെ ഉണ്ട് കേട്ടോ, പൊന്തി വരലൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് എന്താണോ തണുപ്പായതുകൊണ്ടോ തോന്നുന്നുണ്ട് ഇങ്ങനെ ഒന്ന് കുറവായിരുന്നു കേട്ടോ. ഒന്ന് പൊന്തി വരലൊക്കെ ഒന്ന് കുറവായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ദോശക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാ നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ചട്ടി ഇതാണ് കേട്ടോ, ദോശത്തവ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ നോൺ സ്റ്റിക്കിൽ എങ്ങനെ നമ്മൾ ദോശ ചുട്ടിട്ട് അതൊന്ന് വിട്ട് കിട്ടണ പോലെ ഇതിലും വിട്ട് കിട്ടും കേട്ടോ. നമ്മൾ നോൺ സ്റ്റിക്കിൽ നമ്മൾ കഴുകുമ്പോഴാണെങ്കിലും നമ്മൾ എന്തെങ്കിലും കയ്യിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചട്ടാക്കം ഉപയോഗിക്കുമ്പോൾ നമ്മൾ പേടിച്ചിട്ടല്ലേ അതിൻ്റെ മരത്തിൻ്റെ ചട്ടാകം തന്നെ വേണ്ടേ. ഇതിന് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഏത് ചട്ടാകം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും ഉരച്ച് കഴുകി വൃത്തിയാക്കാം കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പോലെ കോട്ടിങ് പോകണ ഒരു പേടിയില്ല. പിന്നെ ദോശ കണ്ടോ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഇതുണ്ടോ ഇങ്ങനെ ഒന്ന് ഇതാക്കി എടുത്താൽ മതി, പെട്ടെന്ന് കിട്ടും. ഞാൻ ദോശയുടെ മുകളിലായിട്ട് കേട്ടോ എണ്ണ ആക്കൽ. ഇത് നോൺ സ്റ്റിക്കിൻ്റെ പോലെ തന്നെ നമ്മുടെ തവയിൽ എണ്ണ ആക്കിയാൽ ഇത് ചിലപ്പോൾ മാവ് ഇങ്ങനെ നമ്മുടെ കയ്യിൽ കൊട്ടിപ്പിടിക്കണ പോലെ തോന്നും. അപ്പം ഞാൻ ദോശ വെന്തിട്ട് അതിൻ്റെ മുകളിലാട്ടോ എണ്ണ ആക്കൽ. എണ്ണൻ്റെ ഇതില്ലെങ്കിൽ എണ്ണ അല്ലെങ്കിൽ നെയ്യ് എന്തെങ്കിലുമൊക്കെ ആക്കും. അപ്പം ഇന്ന് രാവിലെ ദോശയും പിന്നെ ഇന്നലത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു കേട്ടോ, ബീഫ് റോസ്റ്റും ഉണ്ടായിരുന്നു. അതായിരുന്നു കേട്ടോ രാവിലത്തത്. അപ്പോൾ അതാ നോർമൽ ഫസ്റ്റ് ആദ്യം തന്നെ ഒറ്റയ്ക്ക് കഴിക്കാറുണ്ട്. അങ്ങനെ പഞ്ചസാരയും ദോശയും കൂടി കഴിക്കുകയാണ്. അവൾ ഒറ്റയ്ക്ക് കഴിക്കാറുള്ളൂ. അവൾ ഒറ്റയ്ക്ക് ഇപ്പോൾ കഴിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അംഗൻവാടിക്ക് പോവുകയാണെങ്കിൽ ഞാൻ വലിയ കുട്ടിയായിക്കൂടെന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് തന്നെ കഴിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കരഞ്ഞ് പൊളിച്ചൊരു ദിവസമായിരുന്നുണ്ടെന്ന്. അംഗൻവാടിക്ക് പോയിട്ട് നല്ലോണം കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഓളെ കരച്ചിൽ കേട്ടിട്ട് വേറെയുള്ള കുട്ടികളും കൂടിയും കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ രാത്രി കൊടുന്ന ബീഫ് റോസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ ബീഫ് റോസ്റ്റും ദോശയായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അതാ മാവ് ഞാൻ കുറച്ച് ചിലപ്പോൾ ഒരാഴ്ചത്തേക്കൊക്കെ ഞാൻ അങ്ങനെ കൂട്ടി വെക്കാം കേട്ടോ. അപ്പോൾ അതാ ഇനി ഞാനത് അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും. പിന്നെ ഈ നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പോട്ട് ഞാൻ ബിരിയാണി പോട്ടാണ്. ഇത് ഞാൻ ഈ മറ്റേ പോട്ട് എനിക്ക് കിട്ടിയതുകൊണ്ട് നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പോട്ട് കിട്ടിയതുകൊണ്ട് ഞാനിപ്പോൾ അത് ഉപയോഗിക്കലില്ല കേട്ടോ. അപ്പോൾ ഞാൻ മാവൊക്കെ ഇങ്ങനെ കൂട്ടി വെക്കാനൊക്കെ ഉപയോഗിക്കലാണ് ഇപ്പോൾ. പിന്നെ അതായത് ഇതും നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ചെറിയൊരു കടായിയാണ് കേട്ടോ. വലിയ പോട്ടാണ് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തതാണ്, പക്ഷേ കൈ കിട്ടിയപ്പോൾ ചെറുതാണ്. വലിയ പോട്ടിൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ. പിന്നെ ഓഫർ കണ്ടപ്പോൾ വീണ്ടും ഞാൻ 5 സെറ്റായിട്ട് ഓർഡർ ചെയ്തതിൽ പെട്ടതാണ് കേട്ടോ അത്. പിന്നെ ഇത് നമ്മുടെ ഫ്രൈ പാനാണ് കേട്ടോ. നമ്മുടെ മീനും ഒക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റിയ, നമുക്ക് അടിയിൽ നിന്നൊക്കെ നന്നായി വിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടി പിടിക്കണ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ചട്ടി നമുക്ക് ഫസ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ എന്തെങ്കിലും മീൻ എന്തെങ്കിലും പൊരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടാത്ത പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഞാനിനി അത് അടി പിടിക്കണതായിട്ടാണോ എന്ന് ആദ്യം പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഞാൻ അങ്ങനെ മീൻ പൊരിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയുണ്ടോ. കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചപ്പോൾ പിന്നെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ സാധാ കുറച്ച് എണ്ണ മതി കേട്ടോ. ആദ്യത്തെ പോലത്തെ നമ്മൾ നോൺ സ്റ്റിക്കിൽ എങ്ങനെ ഉപയോഗിക്കണോ അതുപോലെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു മീൻ പൊരിക്കണ ചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ ചെറുതായിട്ട് കളർ വ്യത്യാസമൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ അതാ രാവിലത്തെ എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നോർമലായിട്ട് ഒരു 10 മണിയാവുന്ന നേരത്തെ കേട്ടോ അംഗൻവാടിക്ക് പോകണേ. അംഗൻവാടി ഇവിടെ അടുത്ത് തന്നെയാണ്, കുറച്ചൊക്കെ അടുത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ അംഗൻവാടിത്തെ ടീച്ചർമാരെടുത്ത് പറയേണ്ട അടിപൊളി ടീച്ചർമാരാണ് കേട്ടോ. ഇതാ നോർമോൾ എന്തൊക്കെയാണ് പറയാൻ കേട്ടോ. എൻ്റെ ഉപ്പാക്ക് വിളിച്ചിട്ട് ഞാൻ അംഗൻവാടിക്ക് പോവുകയാണെന്നൊക്കെ ഇങ്ങനെ പറയാണ്. പോകുമ്പോഴുള്ള ഈ ഒരു പൊലിവൊന്നുമില്ല കേട്ടോ അവിടെ എത്തിയപ്പോൾ. പിന്നെ ഇതാ കാക്കാൻ്റെ മോളുണ്ട് കേട്ടോ കൂടെ. രണ്ടാളും നല്ല പൊലിവിലാണ്. അവൾക്കറിയില്ലല്ലോ അവിടെ ഇരുത്തി പോരാനാണെന്ന് അവൾക്കറിയില്ല. ഞങ്ങൾ എപ്പോൾ ഇങ്ങനെ പൊടിക്കും അതിനൊക്കെ പോകലുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളും കൂടെ ഉണ്ടാവലുണ്ടല്ലോ, പോരുമ്പോഴും ഞങ്ങളെ കൂടെ പോരലാണല്ലോ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് അറിയണില്ല. അപ്പോൾ ഇങ്ങനെ അത് നല്ല സന്തോഷത്തിൽ പോവുകയാണ് കേട്ടോ രണ്ടാളും കൂടിയിട്ട്. അവിടെ എത്തിയപ്പോൾ ഞാനൊന്നും ഒന്നിനും വേണ്ടിയിരുന്നില്ല. അവളെന്നെ ഒറ്റയ്ക്ക് ചെരുപ്പൊക്കെ ഊരി ഞാൻ പൊയ്ക്കോളാം അമ്മച്ചി അവിടെ നിന്നോന്നൊക്കെ പറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ ഞാൻ പോരുമെന്ന് കണ്ടപ്പോൾ പിന്നെ അവളെ കരച്ചിൽ, അവളുടെ സ്വഭാവം മാറൽ തുടങ്ങി കേട്ടോ. ഓളായിരുന്നു കൂടുതലായിട്ട് കരഞ്ഞിരുന്നത്. ഓള് കരയുന്നുണ്ടിട്ട് പിന്നെ കാക്കാൻ്റെ കുട്ടി കൂടി കരച്ചിൽ തുടങ്ങി കേട്ടോ.
ടീച്ചറിൻ്റെ അടുത്ത് എത്തിയപ്പോഴുള്ള ഇതാട്ടോ ടീച്ചർ. നല്ല ടീച്ചറാട്ടോ. ടീച്ചറാണെങ്കിലും നമ്മളെ ഹെൽപ്പറാണെങ്കിലൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല കുട്ടികളോടൊക്കെ നല്ല പെരുമാറാനൊക്കെ അറിയുന്ന നല്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്കൊരു ധൈര്യം കേട്ടോ, നമ്മളെ കുട്ടികളവിടെ ആക്കി പോരുമ്പോൾ തന്നെ അങ്ങനെ നല്ല ടീച്ചർമാരാകുമ്പോൾ നമുക്ക് കുട്ടികളാക്കാനൊരു ധൈര്യമാണല്ലോ അല്ലേ. ഇപ്പോഴൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ ഇരുത്തൊന്നും ആരും കണക്കാക്കണ്ട. അതാ കുറച്ച് കഴിഞ്ഞ് നല്ല കരഞ്ഞ് പൊളിക്കുന്നു കേട്ടോ. ഇതിപ്പോൾ അത് അടുത്ത വീട്ടിലത്തെ കുട്ടി കേട്ടോ. അവളിപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ വരലുണ്ട് അത്രേ. കരയുമ്പോൾ ഇങ്ങനെ കരയണ കാണുമ്പോൾ ഒരു പാവാണല്ലേ കുട്ടികളിങ്ങനെ. പക്ഷേ അവർക്ക് നല്ലതാണേനും അംഗൻവാടിയിൽ കൊണ്ടുപോയി ഇരുത്തിയ നല്ലൊരു കാര്യമാണല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ആക്കുന്നത്. പിന്നെ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ കരഞ്ഞ് പൊളിച്ച് ഞാൻ പുറത്ത് നിൽക്കുന്നു കേട്ടോ. അവൾ കരഞ്ഞ് പൊളിച്ച് പിന്നെ എന്നെ ഉള്ളിലേക്ക് കയറ്റി ഇതുണ്ടോ കരഞ്ഞിട്ട് കണ്ണും മുഖമൊക്കെ കണ്ടോ ആകെ. പിന്നെ അവിടെ ഇലടയൊക്കെ ഉണ്ടാക്കുന്നു കേട്ടോ. ഇപ്പോൾ നല്ല മെനു ഒക്കെ മാറിയിട്ടുണ്ട്. ബിരിയാണി ഉണ്ട്, മുട്ട ബിരിയാണി, അതുപോലെ തന്നെ ഓരോരോ മെനു കേട്ടോ. അടിപൊളിയായിട്ട് കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ട്. പാലായിട്ടും കോഴിമുട്ടയാണെങ്കിലും ദിവസവും വെറൈറ്റി ഫുഡുകളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ അമൃതപ്പൊടി കൊണ്ടും അതുപോലെ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു അടയാണ്. അപ്പോൾ അതൊക്കെ കുട്ടികൾ നന്നായി കഴിക്കുന്നുണ്ട്. അതുപോലെ ചെല്ലുമ്പോൾ തന്നെ കടലമിഠായി ഒക്കെ കൊടുക്കുന്നുണ്ട്. കുട്ടികളെ നല്ല നോക്കണം കേട്ടോ, കഴിക്കാനൊക്കെ കൊടുത്തിട്ട്. കുട്ടികൾക്ക് വിശക്കൂല സത്യം പറഞ്ഞാൽ അവിടെ ചെന്നാൽ. പിന്നെ ഇതാ ഞാനൊരു ഉച്ചയൊക്കെ ആയപ്പോൾ അവളായിട്ട് ഞാൻ വീട്ടിൽ തന്നെ പോന്നിട്ടുണ്ടായിരുന്നു. ടീച്ചർ പറഞ്ഞു ഫസ്റ്റത്തെ ദിവസമല്ലേ, അപ്പോൾ പിന്നെ കുറച്ച് ദിവസം എന്തായാലും ഉച്ച വരെ ഇരുത്തിയാൽ മതി, പിന്നെ എന്തായാലും വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ, ചെറിയ കുട്ടികളല്ലേ, 3 വയസ്സായിട്ടില്ലുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളായിട്ട് അങ്ങനെ പോന്നു കേട്ടോ. പിന്നെ അതാ വന്നിട്ട് അവൾക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കണം. പോരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ നാളെ പോകില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ പോകും നിൽക്കണതൊക്കെ. ഉമ്മച്ചി ഇരിക്കുകയാണെങ്കിൽ ഞാൻ പോരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതായിരുന്നു. ഞാൻ ടീച്ചർക്കാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ കുട്ടികളെ നോക്കാനുള്ള ഇതില്ല. കാരണം ടീച്ചർക്ക് എന്തൊക്കെയോ തിരക്കുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇലക്ഷനൊക്കെ ആയിട്ട് സർവേ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടീച്ചറും പറഞ്ഞു ഈ പറ്റുകയാണെങ്കിൽ ഇന്ന് ഉച്ചവരെയൊക്കെ ഒന്ന് വന്ന് കുട്ടിയുടെ ഒപ്പം അങ്ങനെ വന്നിരുന്ന് നോക്ക്. പിന്നെ ഞാൻ എന്തായാലും എൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഓളെ കൂടെ പോകല കേട്ടോ. കൂടെ പോയിട്ട് ഉച്ചവരെയൊക്കെ അങ്ങനെ ഓളെ കൂടെ തന്നെ ഇരിക്കും. ഞാൻ പോലെയൊക്കെ ചെയ്താൽ അവൾ കരച്ചിൽ തുടങ്ങും കേട്ടോ. പിന്നെ അവൾക്ക് കുറേ കൂട്ടുകാരത്തികളുണ്ട് കേട്ടോ. അയൽവാസികളൊക്കെ കുറേ കൂട്ടുകാരത്തികളുണ്ട്. അവരെ കൂടെയൊക്കെ ഇങ്ങനെ കളിക്കും. പിന്നെ ഫസ്റ്റ് ആയതുകൊണ്ടാണ് കരയണതൊക്കെ. പിന്നെ ഇതാ ജ്യൂസൊക്കെ കുടിച്ചതാ രാത്രി ആയപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിതാ ഈ ഒരു സുറുക്കക്കുപ്പി ഞാൻ കൊടുന്നാൽ തന്നെ ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനൊരു ഗ്ലാസ് കണ്ടെയ്നർ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ഗ്ലാസിൻ്റെ ഒരു കുപ്പി അതിലേക്ക് ഞാൻ ഒഴിച്ച് വെക്കലാണ്. കാണാനൊരു രസമാണ് ആ കുപ്പി. മറ്റേ കുപ്പി കാണുമ്പോൾ നമുക്കിങ്ങനെ എല്ലാ കുപ്പികളുടെ ഇടയിലും കാണാനൊരു ഭംഗിയില്ലാത്ത പോലെയല്ലേ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഒരു പൊട്ടണ കുപ്പിക്കാക്കി ഇങ്ങനെ വെക്കും കേട്ടോ. പിന്നെ അതാ ഞാൻ ഇങ്ങനത്തെ ഇത് ഞാൻ നമ്മൾ 32 പീസായിട്ട് വന്നിട്ടുള്ള കണ്ടെയ്നറായിരുന്നു കേട്ടോ. ചെറുതും വലുതും അങ്ങനത്തെ ഒരു കണ്ടെയ്നറായിരുന്നു. പക്ഷേ ഇത് വാങ്ങിയിട്ട് എനിക്കൊരു ഉപകാരം ഉണ്ടായില്ല കേട്ടോ. ഇത് വാങ്ങിയിട്ട് നമ്മുടെ പൊടികളൊക്കെ നശിച്ചു പോകുന്നു കേട്ടോ. മുളക് പൊടിയാണെങ്കിലും മല്ലിപ്പൊടിയാണെങ്കിലും എല്ലാതും കേടുവന്ന് പോയിട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ കാട്ടി തക്കാളിയും അതുപോലെ പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ എന്തെങ്കിലും വെക്കും. അതുപോലെ ചെറുപയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. ഇങ്ങനെ ആക്കിയിട്ട് അതിനുള്ളൂ പറ്റുക. അല്ലാതെ ചെറുപയറും പയറൊക്കെ നമ്മൾ ഇങ്ങനെ ഈ ഒരു കണ്ടെയ്നറിലാക്കിയാൽ പുറത്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല, പെട്ടെന്ന് കേട് വരുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ പറഞ്ഞതാണ്, ഞാൻ ഒരിക്കലും വാങ്ങരുത് കേട്ടോ. പിന്നെ പിറ്റേ ദിവസത്തെ ഒരു ചെറിയൊരു ക്ലിപ്പാണ് കേട്ടോ. പിറ്റേ ദിവസം ഞാൻ അവളെ കൂടെ തന്നെ അംഗൻവാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ശരിയായി വരുന്നുണ്ട് കേട്ടോ. ബാഗൊക്കെ തൊള്ളിട്ട് കുറച്ച് നേരമൊക്കെ കളിക്കുന്നുണ്ട്. എന്നാലും ഞാൻ പോകുമെന്നുള്ള പേടിയിൽ എൻ്റെ അടുത്ത് വന്നിരിക്കുക കേട്ടോ. പിന്നെ ഇന്ന് മുട്ട ബിരിയാണിയൊക്കെയാണ് കേട്ടോ. കുട്ടികൾക്ക് ഞാൻ പറഞ്ഞില്ലേ നല്ല മെനുകളാണ് കേട്ടോ. അപ്പോൾ മെനു ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ ഞാൻ നല്ല ധൈര്യത്തിലായിരിക്കാം അങ്ങനെ കഴിക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ടീച്ചർ പറഞ്ഞതൊക്കെ കേട്ടിരുന്നു. പിന്നെ ടീച്ചറെ വിളിച്ചിട്ട് ടീച്ചർ പിന്നാലെ തന്നെയായിരുന്നു. ടീച്ചർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. അവൾ ഇങ്ങനെ വിളിച്ചിങ്ങനെ നടന്നിട്ടും ഇതൊക്കെ ആയിട്ട്. പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിക്കുക കേട്ടോ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വാരി കൊടുക്കേണ്ട അവസ്ഥ തന്നെയായിരുന്നു. വല്ലാതെ കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ആ ഒരു ഉത്സാഹമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കഴിക്കാൻ. അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസം ഞാൻ ചെറിയൊരു ക്ലിപ്പ് എടുത്താണ്. പക്ഷേ അപ്പോൾ ഞാൻ കൂടെ നിന്നിട്ടുണ്ടായിട്ടോ. ഉച്ചയായപ്പോൾ പിന്നെ ഞാൻ ഓളായിട്ട് തന്നെ അങ്ങനെ വീട്ടിലേക്ക് പോവുക ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്, ഒരു 10-11 കുട്ടികളൊക്കെ ഉണ്ടാവലുണ്ട്. പക്ഷേ ഇന്ന് ഒരു 6 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവളും പിന്നെ അവൾക്ക് വേറൊരു കൂട്ടുകാരത്തിൻ്റെ അവളുണ്ട് അപ്പുറത്തോളം കരഞ്ഞിരിക്കട്ടോ. അവൾ അമ്മാനെ കാണണം എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കുകയാണ്. അവൾക്ക് ടീച്ചർ തൻ്റെ ചോറൊക്കെ വാരി കൊടുക്കുകയാണ്. അവൾ നല്ല കരച്ചിലാണ്. അമ്മാനെ കാണണം എന്ന് പറഞ്ഞിട്ട് നല്ല കരച്ചിലാണ്. അവളെ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. പിന്നെ അവൾ കരയണ കണ്ടപ്പോൾ കരയണീൻ്റെ മുമ്പ് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അവളെ അമ്മ പോയി കുറച്ച് നേരമൊക്കെ അവൾ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൾ
കരയിൽ തുടങ്ങി പോകണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഓളമ്മ വന്നോളെ കൊണ്ടുപോയിക്കണം. ഞാൻ ആദ്യം തന്നെ നോർമലായിട്ട് ഞാൻ അങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ടീച്ചർ പറഞ്ഞു അവൾ കരഞ്ഞ് പോരുകയാണെങ്കിൽ അവൾ കൂടെ പോന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർക്കും അവരെ ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കലൊക്കെ നോക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ. അല്ലെങ്കിൽ തന്നെ അവർ കരയാണെങ്കിൽ അവർ എത്ര ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലാണെങ്കിലും ടീച്ചർ അവരെടുക്കും. അവരോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കരച്ചിലൊക്കെ മാറ്റി കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ടീച്ചർമാരൊക്കെ അടിപൊളി തന്നെയാണ്. അപ്പോൾ പിന്നെ ഞാൻ അവളായിട്ട് അങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.